അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. പുലാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളിന്ന് ചെയ്യുന്നത് ഓവനിൽ ബേക്ക് ചെയ്തിട്ടാണ് ഈ ചോറ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിന്ന് സ്റ്റവ് ഓൺ ചെയ്യുന്നേ ഇല്ല കേട്ടോ. നമ്മളെല്ലാം വഴറ്റുന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഓവനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയം പോലും നമുക്ക് ഇതിന് ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ സാധാരണ ഓവന് കേക്ക്, കുക്കീസ്, പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കാനാവും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചോറ് അധികാരം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു അലൂമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ കയറുന്ന ഒരു വലുപ്പത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബൗളൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറുതായിരിക്കുമല്ലോ, വലിയതുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമുക്ക് ഈ അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള പാത്രം തന്നെ എടുക്കുക. ഞാൻ 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുക. ഇനി 2 പച്ചമുളകും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെയൊക്കെ റെസിപ്പികൾ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വഴറ്റാനോ അരിയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഏലക്ക, അതുപോലെ ഒരു 4 ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇല്ലെങ്കിൽ ഗരം മസാല പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ഞാൻ ചേർക്കണില്ല. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കേണ്ടത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം കേട്ടോ. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക, സാധാരണ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് ഞാൻ. നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ചോറ് വല്ലാണ്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ആകെ ഒരു 30 മിനിറ്റ് നമുക്ക് ഒരു കുക്കിംഗ് ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓവന്. നമ്മൾ ഡയറക്റ്റ് ഓവനിലേക്ക് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 30 മിനിറ്റ് നമ്മൾ കൊടുക്കുക. 200 ഡിഗ്രിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ അതിൻ്റെ താഴത്തെ കോയിൽ മാത്രം മതി കേട്ടോ. രണ്ടും കൂടെ അപ്പ് ആൻഡ് ഡൗൺ വേണ്ട, ഡൗൺ ആയിട്ടുള്ള ഇത് മാത്രം നിങ്ങൾ ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ 30 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ചോറ് തുറന്നിട്ടുള്ളത്. നന്നായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പാകമുള്ള വേവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുലാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് അടുത്തൊരിതിൽ കാണാം.